ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജോഡി സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ജോഡി സെറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം അത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള പ്രാവുകളും അതിൻ്റെ ഒറിജിനൽ ലൈനേജുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അടിസ്ഥാനപരമായിട്ടുള്ള പ്രാവ് എന്ന് പറയുമ്പോൾ ഇന്ന് പല ജില്ലകളിലും പല സ്റ്റേറ്റുകളിലും പല സ്ഥലങ്ങളിലും പല രീതിക്കാണ് പ്രാവുകളുടെ നിറങ്ങളെ അപേക്ഷിച്ച് പേരുകൾ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ പ്രാവുകളിൽ നിറവ്യത്യാസം വരുന്നത് നമ്മുടെ മിക്സിങ്ങിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. അതായത് ഇപ്പോൾ ഒറിജിനൽ ലൈനേജിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ പ്രാവുകളുടെ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം വരുന്ന കുഞ്ഞുങ്ങൾ അതിൻ്റെ കളറിലുള്ള വ്യത്യാസം വരുമ്പോൾ, ഇപ്പോൾ സബ്ജ ഇനിയൊരു വൈറ്റുമായിട്ടാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്യണമെങ്കിൽ അതിൽ തികച്ചും പല രീതിക്കുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സബ്ജയിലിറങ്ങാം, ചിലപ്പോൾ വൈറ്റിലിറങ്ങാം, അല്ലെങ്കിൽ സബ്ജ റിഗുകളായിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാതെ മിക്സിങ്ങിലിറങ്ങാം. അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും ഓരോ പേര്, പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് പ്രാവിന് പറയുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് പറയുന്ന പേര് ആയിരിക്കില്ല ഇപ്പോൾ ഒരു കയറോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കയറ എന്നൊക്കെ പറയുന്ന ഒരു പ്രാവ്, അതല്ലെങ്കിൽ കാസർഗോഡോ കണ്ണൂരോ പറയുന്നത് തികച്ചും വേറൊരു പേരായിരിക്കാം. അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അങ്ങോട്ട് ചിലപ്പോൾ ബോറ എന്ന് പറയപ്പെടും. അങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാമെന്നുള്ളത് അങ്ങനെ ആണ്. അപ്പോൾ അത് ഓരോരുത്തരും മനസ്സിലാക്കുക. ഞാൻ പറയുന്ന പ്രാവിനെ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അതിനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, പ്രാവുകളുടെ മിക്സിങ്ങിൽ വ്യത്യാസം വരുമ്പോൾ, അതല്ലെങ്കിൽ മിക്സിങ് നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞോ ഒക്കെ ഇടുമ്പോൾ പ്രാവുകളിൽ പല വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ എങ്ങനെ ഒറിജിനൽ ലൈനിനെ നമുക്ക് തിരിച്ചറിയാം, അതിനെന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒറിജിനൽ ലൈന് പ്രാവുകളെ എങ്ങനെ നമുക്ക് ജോഡിയിടാം, അതിനെയൊക്കെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് ആദ്യം അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമത് നമ്മൾ അറിയേണ്ട കാര്യം പ്രാവുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിറങ്ങളാണ്. ഏതൊക്കെ നിറത്തിലുള്ള പ്രാവുകളാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രാവുകൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു പ്രാവ് നമ്മൾ ഇപ്പോൾ വൈറ്റും സബ്ജയും നമ്മൾ ജോഡി ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ തികച്ചും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതൊരിക്കലും ആ കുഞ്ഞുങ്ങളെ നമ്മളൊരു അടിസ്ഥാന കളറായിട്ട് പറയാൻ പറ്റില്ല, പല രീതിക്ക്. പിന്നെ ആ കുഞ്ഞിനെ നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും ആ കുഞ്ഞ് വേറൊരു, ഇപ്പോൾ മെയിലാണെങ്കിൽ വേറൊരു ഫീമെയിലിലൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെയും കളർ വേറെ വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കളറ് മാറി. വീണ്ടും ആ കുഞ്ഞിനെ, അപ്പം 2-3 ജനറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അത് തികച്ചും വേറൊരു കളറിലോട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന കളർ സബ്ജ വൈറ്റ് നമ്മൾ ഇട്ടെടുത്ത കുഞ്ഞുങ്ങളാണ്. പിന്നെ കുറേ ഒരു 10-15 മിക്സിങ് കഴിഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ മാറി ഇങ്ങനെ മിക്സിങ് കഴിഞ്ഞ് വരുമ്പോൾ തികച്ചും വേറെ കളറിലോട്ട് മാറും. അപ്പോൾ നമ്മൾ ചെയ്തത് സബ്ജയും ഒരു വൈറ്റും മിക്സ് ചെയ്തെടുത്ത കുഞ്ഞുങ്ങളാണ്. ഒരു 5 അല്ലെങ്കിൽ 5-10 മിക്സിങ് കഴിഞ്ഞ് അതിൻ്റെ തലമുറ മാറി വന്നപ്പോൾ അത് തികച്ചും വേറെ കളറിലോട്ട് പോയി. അപ്പോൾ അതിനെ നമ്മൾ ബാക്കിലോട്ട് ഒന്ന് നോക്കുക. നമ്മൾ ആദ്യം തുടക്കം സബ്ജയും പിന്നെ വൈറ്റും ആയിട്ടാണ് ഇത് മിക്സ് ചെയ്തിറക്കിയത്. അപ്പോൾ അടിസ്ഥാനം ഇവിടെയാണ്. അതുപോലെ പ്രാവിലൊരു അടിസ്ഥാന കളറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ തുടക്കവും പിന്നീടുള്ളതുമാണ്. അതുപോലെ പ്രാവിൻ്റെ അടിസ്ഥാനമായിട്ട് കളറുണ്ട്. എത്ര കളറുണ്ട്, ഏതൊക്കെ കളറുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒന്നാമത് സബ്ജ, അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കളറാണ്. രണ്ടാമത് വൈറ്റ്, അടിസ്ഥാനപരമായിട്ടുള്ള കളറാണ്, പ്യുവർ വൈറ്റാണ്. പിന്നെ ഫുൾ ജാക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കളറാണ്. പിന്നെ സുറുമ എന്ന് പറയുന്ന ഒരു പ്രാവുകളുണ്ട്, സുറുമ പ്രാവുകൾ, അടിസ്ഥാനപരമായിട്ടുള്ള കളറാണ്. ഈ 4 കളറുകളാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രാവിൻ്റെ കളറുകൾ. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്രാവുകളാണ് ഈ പ്രാവുകൾ. ഇന്ന് അതിൽ നിന്ന് പല രീതിക്കും വേർതിരിഞ്ഞ് പല രീതിക്കായിട്ട് ഒറിജിനൽ ലൈനേജിൽ കീപ്പ് ചെയ്ത് പല രീതിക്ക്, ഇപ്പോൾ നമ്മൾ കത്തങ്ങ എന്ന് പറയുന്ന പ്രാവുകളും ഇതെല്ലാം ഈ സബ്ജയിൽ നിന്നും സുറുമയിൽ നിന്നും വൈറ്റിൽ നിന്നും ജാക്കിൽ നിന്നെല്ലാം മിക്സായി അതിന് ഓരോ ഒറിജിനൽ ലൈനേജായി മാറിയതിന് ശേഷം പിന്നെ അതിൽ നിന്ന് പല കളറുകൾ വേർതിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഒറിജിനലായിട്ട്
പലതരത്തിലുള്ള പ്രാവുകൾ, പല കളറിലായിട്ടുള്ള പ്രാവുകൾ പിന്നീട് മിക്സിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി ഒരു കാര്യം നമ്മൾ അറിയാനുള്ളത്, ജോഡി സെറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രാവുകൾ ഒറിജിനൽ ലൈനാണോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു സബ്ജ പ്രാവുകൾ പല ലൈനേജിൽ വരുന്ന പ്രാവുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു ഉദാഹരണം, പല സബ്ജ പ്രാവുകൾ പല ലൈനേജിൽ നിന്ന് മിക്സായി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ കാര്യം, 2 ശുദ്ധമുള്ള പ്രാവുകൾ, ഒരു മെയിലും ഒരു ഫീമെയിലും ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞ് ചിലപ്പോൾ സബ്ജയിലായിരിക്കും വരല്. അപ്പോൾ ആ സബ്ജ കുഞ്ഞ്, ആ 2 വൈറ്റ് ജോഡിക്കുള്ള സബ്ജ കുഞ്ഞ് ഒരിക്കലും ഒരു ഒറിജിനൽ സബ്ജ അല്ല. ഒറിജിനൽ സബ്ജ എന്ന് പറഞ്ഞാൽ ആ പ്രാവുകളുടെ ബോഡി ലാംഗ്വേജ്, ലൈനേജ് ഒക്കെ അപേക്ഷിച്ച് അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞ് അതുപോലെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ വരുന്ന പ്രാവുകൾ ഒരിക്കലും ആ ലൈനേജ് കറക്റ്റ് ജീന്, ആ ലൈനേജിൻ്റെ, അതായത് സബ്ജ ലൈനേജിൻ്റെ ജീൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള പ്രാവുകളെ ഇന്ന് അൺലിമിറ്റഡ് പറപ്പിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ നല്ല റിസൾട്ട്, ഹൈ റിസൾട്ടുള്ള ലൈനേജായി മാറുമ്പോൾ, ഹൈ റിസൾട്ട് വരുമ്പോൾ ആ പ്രാവ് നമുക്ക് പറവയ്ക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രാവുകളാണ് നമ്മൾ കൂടുതലും എല്ലാവരും ലോഫ്റ്റിൽ നല്ല റിസൾട്ടുള്ള പ്രാവുകളെ നോക്കിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രാവുകൾ, നല്ല റിസൾട്ടുള്ള പ്രാവുകളിൽ വരുന്ന കളറുകൾ വ്യത്യാസമായിരിക്കാം. അപ്പോൾ ആ പ്രാവുകൾ ഒറിജിനൽ ലൈനേജാണ്, പറവ ലൈനേജിൽ വരുന്ന പ്രാവുകളാണ്. അതിനെ നമുക്ക് മിക്സിങ്ങിൽ എടുക്കാം, മിക്സ് ചെയ്യാം, ഒക്കെ ചെയ്യാം. എന്നാൽ ഒറിജിനൽ ലൈനേജ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രാവിൽ നിന്ന്? അപ്പോൾ എനിക്ക് സബ്ജ ഒരു പേര് വേണം, അത് ഒറിജിനലായിരിക്കണം എങ്കിൽ ഒരിക്കലും ആ സബ്ജയിൽ നിന്ന് വേറെ കളർ ഇറങ്ങാൻ പാടില്ല. ആ സബ്ജ ജോഡി ഇട്ട് കഴിഞ്ഞാൽ സബ്ജ തന്നെ ഇറങ്ങണം. ഇനി സബ്ജ ജോഡിയിൽ നിന്ന് വലിയ പേരിന് നമ്മളിപ്പോൾ ഒരു സബ്ജ ഫീമെയിലിനെ മാറ്റി ആ സബ്ജ മെയിലിന് ഒരു വൈറ്റ് ഫീമെയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ജോഡിയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ഈ മെയിൽ ഒറിജിനൽ ലൈനേജ് ആണെങ്കിൽ ഒരു കുഞ്ഞ് സബ്ജയിൽ കറക്റ്റായിട്ട് വന്നിരിക്കും. ഒരു കുഞ്ഞ് ആ ഫീമെയിൽ എത്രത്തോളം ഒറിജിനൽ ലൈനേജ് ആണ് എന്നുള്ളതിന് ഒരു കുഞ്ഞ് ചിലപ്പം വൈറ്റിൽ ഇറങ്ങാറുണ്ട്. ഇനി വൈറ്റിൽ അതിലൊരു കുഞ്ഞ് വൈറ്റല്ല സബ്ജയും കൂടെ മിക്സായാണ് വരുന്നതെങ്കിൽ അപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വിലയിരുത്താൻ നോക്കും ആ ഫീമെയിൽ ഒറിജിനൽ ലൈനല്ല. ഇനി ആ ഫീമെയിൽ ഒറിജിനൽ ലൈനാണെങ്കിൽ ഒരെണ്ണം 100% ആ അമ്മയെ പോലെ വൈറ്റ് കളറിൽ വന്നിരിക്കും, അച്ഛനെ പോലെ ഒരു കുഞ്ഞ് വന്നിരിക്കും. ഇനി വേറെ ചില പ്രാവുകളുണ്ട്. നമുക്കിപ്പോൾ നമ്മളെ ലോഫ്റ്റിൽ നിന്ന് ഒരു നല്ലൊരു റിസൾട്ടുള്ള ഒരു ജോഡിയിര മെയില്, അതായത് അതിനൊരു കുഞ്ഞുണ്ട്, ഒരു മെയില് ചത്തുപോയി. അപ്പോൾ ആ മെയിലിൻ്റെ പോലെ ഒരു കുഞ്ഞ് നമുക്കുണ്ട്. ആ കുഞ്ഞ് അച്ഛനെ പോലെ നല്ല റിസൾട്ടുണ്ട്. ആ വഴി കീപ്പ് ചെയ്യാനായിട്ട് അതേപോലുള്ള പ്രാവുകളെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ആ മെയിലിനെ പോലെ തന്നെ, ആ ചത്തുപോയെന്ന് പറഞ്ഞാൽ ആ മെയിലിനെ പോലെ തന്നെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് സെറ്റ് ചെയ്യേണ്ട ഫീമെയിൽ പ്രാവിൻ്റെ ഐസൈൻ നോക്കി ഒരു പ്രത്യേക പാറ്റേണിലുള്ള ഐസൈന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീമെയിലിന് ആ വെള്ള മെയിൽ വെച്ച് കറക്കുന്ന കുട്ടികൾ തികച്ചും 2 കുട്ടിയും അച്ഛനെ പോലെ വരും. ഫീമെയിലായിരുന്നാലും മെയിലായിരുന്നാലും, കളറിൽ ഫീമെയിലായിരുന്നാലും ഒരു മെയിലായിരുന്നു കഴിഞ്ഞാൽ ആ ആണിൻ്റെ അതേ ലുക്കും കളറും അതേ ലൈനേജും ആ പറവയും ഈ കുഞ്ഞിനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ആ ഒരു മെയിലിനെ എങ്ങനെ എടുക്കാം എന്നുള്ളതല്ല, അടിസ്ഥാനം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന വിഷയമാണ് നമ്മളിപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എങ്ങനെ ആ ലെവലിലുള്ള ആ പ്രാവുകളെ വീണ്ടും നമുക്ക് ഇറക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ പിന്നെ നമുക്ക് ചെയ്യാം. ആദ്യം ഇതറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇന്ന് പല രീതിക്ക് പ്രാവുകൾ വേർതിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് 4 കളറിൽ വൈറ്റ്, ജാക്ക്, സബ്ജ, സുറുമ. ചുവപ്പ് സുറുമയാണ്. ചുവപ്പ് സുറുമ എന്ന് പറയുമ്പോൾ സുറുമ പല രീതിയിൽ പല തരത്തിൽ ആൾക്കാർ ലോഫ്റ്റിൽ വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, യഥാർത്ഥ സുറുമ അറിയാമെന്നുള്ളവർക്ക് അറിയാം. ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു പ്രാവിനെ ഒരു ലോഫ്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു പ്രാവിനെ നമ്മുടെ ലോഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. അത് ഒറിജിനൽ ആണോ
അല്ലെങ്കിൽ ഒറിജിനൽ അല്ലേ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ആ പ്രാവിനെ നമ്മൾ ജോഡി ഇടുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു 2 സബ്ജ പ്രാവുകളുടെ ജോഡി വരുമ്പോൾ അതിൻ്റെ കുഞ്ഞിറങ്ങുന്നത് തികച്ച് സബ്ജയിലായിരിക്കണം. അതിൻ്റെ ചുണ്ട് അച്ഛൻ്റെ അതേ കളറിലായിരിക്കണം. അതേപോലെ അതിൻ്റെ കണ്ണ്, അതിൻ്റെ നഖം, അതിൻ്റെ ചിറവുകളുള്ള തൂവൽ, അതിൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ, അതൊക്കെ, അതുപോലെ ടെയില്, വാല് കറക്റ്റായിരിക്കണം. അങ്ങനെയുള്ള എല്ലാ, പിന്നെ പറവ നമ്മൾ പറത്തി നോക്കുമ്പോൾ കുഞ്ഞും കറക്റ്റായിട്ട് അവർ പറഞ്ഞ റിസൾട്ടിലുണ്ടാകുന്നു നമ്മൾ നോക്കുക. അപ്പോൾ അതൊരു ഒറിജിനൽ ലൈനേജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. കാര്യം അത് അപ്പോഴേ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇനി ഈ കുഞ്ഞിനെയും എടുത്ത് നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുക. ഈ ഈ 2 കുട്ടിയെ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലൈനേജിൽ തന്നെ അതേപോലെയാണ് വരുന്നതെങ്കിൽ കറക്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒറിജിനൽ സബ്ജയാണ്. അതേസമയം ഈ സബ്ജ കുഞ്ഞുങ്ങൾ വീണ്ടും അടുത്ത പെയറിൽ അല്ലെങ്കിൽ അടുത്ത മുട്ടയിൽ പിന്നെ വിരിയുന്ന കുഞ്ഞുങ്ങൾ വീണ്ടും വേറെ കളറിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ 2 പ്രാവുകൾ, അതായത് നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച ആ 2 പ്രാവുകൾ ഒറിജിനൽ ആ കറക്റ്റ് ലൈനേജ് അല്ല. ഏതൊരു കളറും മിക്സായി വരാൻ പാടില്ല, ഒറിജിനലായിട്ടുള്ള കളർ വരണം. അതാണ് ഒറിജിനൽ. ഏത് പ്രാവണോ ഇടുന്നത് അത്. സബ്ജയാണെങ്കിൽ സബ്ജ, വെള്ളയാണെങ്കിൽ വെള്ള, അങ്ങനെ മാറ്റി മിക്സ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രാവുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനാവും. ഒരു കാരണം കൊണ്ടും നഖമോ ചുണ്ടോ അല്ലെങ്കിൽ ചിറകിലോ എവിടെയെങ്കിലും ഒരു ഡോട്ട് പോലും, ഒരു തൂവല് പോലും മാറി വരാൻ പാടില്ല. അങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു ഒറിജിനൽ ലൈനേജാണ്. മിക്സിങ് വന്നിട്ടില്ലാത്ത സബ്ജ, പാരമ്പര്യമായിട്ട് ആ ഒരു മിക്സിങ് വന്നിട്ടുള്ള ഒരു പ്രാവിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവും. അത് ഇതുപോലെ എല്ലാ പ്രാവുകളിലും അങ്ങനെ വരും. പിന്നെയാണ് നമ്മളതിനെ പല കളറിലോട്ടും, നമ്മളെ ഇഷ്ടത്തിനുള്ള പല കളറിലോട്ടും അതിനെ മാറ്റി കുഞ്ഞെടുത്ത് പറത്തൽ. അപ്പം ഈ പറയുന്ന സബ്ജ അതേ ലൈനേജിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് ഇനിയൊരു നല്ലൊരു ലൈനേജിലുള്ള, ഇപ്പോൾ കണ്ണ് നോക്കാതെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരിലായാലും പ്രാവൊക്കെ പറക്കും. കാര്യം അത് ഒറിജിനൽ ലൈനേജിൽ വരുന്നത് കൊണ്ട് പ്രാവ് പറക്കും. നമ്മൾ ഓരോ പ്രാവിനെ അതിൻ്റേതായ ലൈനേജ് കീപ്പ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞ് മിക്സ് ചെയ്യാൻ വേറെ പ്രാവ് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതല്ല, അങ്ങനെ ആരും കരുതല്ല. ആ ലൈനേജുകളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതുപോലെ വൈറ്റ്, ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ 2 ശുദ്ധമുള്ള ജോഡികളാണെങ്കിൽ അതിൽ നിറയുന്ന കുഞ്ഞുങ്ങളെല്ലാം എത്ര കുഞ്ഞെടുത്താലും അതെല്ലാം വൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്താൽ മാത്രമേ അത് വീണ്ടും അടുത്ത ജനറേഷൻ വരുന്ന നമ്മളിപ്പോൾ കുഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് സെറ്റ് ചെയ്ത് കൊടുത്ത കളറിലോട്ടൊക്കെ മാറി വരാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല സ്ഥലങ്ങളിൽ പല രീതിക്കുള്ള പ്രാവുകളുണ്ട്. പല പ്രാവുകളിലും പല പേരയിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ മിക്സിങ്ങിൽ വരുന്ന കളറുകളാണ്. എല്ലാ കളറുകളും ഈ അടിസ്ഥാനപരമായിട്ടുള്ള 4 കളറിൽ നിന്നും വേർതിരിഞ്ഞ് വന്നിട്ടുള്ള കളറുകളാണ്. പ്രാവിനായിട്ട് ആദ്യം മുതലേ ഇങ്ങനെയില്ല, നമ്മൾ മിക്സ് ചെയ്ത് എടുത്തെടുത്ത് പല കളറിലോട്ട് ഇങ്ങനെ മാറി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പേര് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്, ഇപ്പോൾ സബ്ജ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി ഏതൊരു കളറായിക്കോട്ടെ, കളറുകളിൽ വേർതിരിഞ്ഞ് വന്ന 2 കളറായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഷാഹിലി എന്ന് പറയുന്ന ഒരു പ്രാവ്, അതിൻ്റെ ഒറിജിനൽ ലൈനേജ് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതേപോലെ ഒരു പ്രാവിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മളതിലൊരു മെയിലുണ്ട്. ആ മെയില് കറക്റ്റായിട്ട് ലക്ഷണമൊത്ത ഒരു മെയിലാണെന്നുണ്ടെങ്കിൽ ആ മെയിലിന് ഇനി ലക്ഷണമൊത്തൊരു അതേപോലെ ഒരു ഫീമെയിൽ കിട്ടൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പം അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ഉണ്ടാവും, കൊടുക്കും. അങ്ങനെ എന്നാലും എങ്ങനെ ആയിരുന്നിരുന്നാലും ആ പ്രാവിനെ സെറ്റ് ചെയ്യുമ്പോൾ മെയിലിന് ഒത്ത ഫീമെയിലാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. മെയിനായിട്ട് പറത്താനാണെങ്കിൽ കണ്ണ് നമുക്ക് നോക്കാം. പക്ഷേ അതേ ലൈന് ഇനി എനിക്ക് അതേപോലത്തെ ഒറിജിനാലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ ഇറക്കണം എന്നുണ്ടെങ്കിൽ കണ്ണ് മാത്രം സെറ്റ് ചെയ്താൽ പോരാ. ബോഡി അതിൻ്റെ അതേ കളർ പാറ്റേൺ വരണം, ബോഡി ലാംഗ്വേജ് കറക്റ്റായിരിക്കണം, നഖങ്ങൾ കറക്റ്റായിരിക്കണം, ചുണ്ട് കറക്റ്റായിരിക്കണം. എന്ന് വെച്ചാൽ സെയിം അതേപോലെ ആയിരിക്കണം. കളറിലായിരുന്നാലും ഷേപ്പ് കാര്യങ്ങളെല്ലാം അതേപോലെ ആയിരിക്കണം. ഒരിക്കലും മെയിലിനെ പോലെ ഷേപ്പ് ഫീമെയിലിന് കിട്ടൂല. എന്നാലും അത് അറിയാമെന്നുള്ളവർക്ക് അറിയാം. ആ ഒരു ഫീമെയിലിൻ്റെ ലുക്കൊത്ത ഫീമെയിൽ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കണം തലയുടെ ഷേപ്പ്. അതുപോലെ കണ്ണ് ഇപ്പോൾ എല്ലാവർക്കും നോക്കാൻ അറിയണമെന്നില്ല. എന്നാലും അങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കണ്ണും മാക്സിമം നോക്കണം. ഒരു മെയിലിനെ ഒരു ഫീമെയിൽ സെറ്റ് ചെയ്യാൻ ചിലപ്പോഴും നമുക്ക് അതിൻ്റെ കറക്റ്റ് പേര് കിട്ടണമെങ്കിൽ ഒരുപാട് താമസിക്കും. നേരത്തെ കിട്ടിയാൽ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വെയിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും
കറക്റ്റ് കണ്ണൊത്ത അതിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം ഒത്തിരിക്കണം. സ്റ്റാൻഡിങ് പൊസിഷൻ, ആ പ്രാവിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നല്ല റിസൾട്ടുള്ള പ്രാവുകളാണല്ലോ എല്ലാവരും മാക്സിമം സെറ്റ് ചെയ്ത് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രാവുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള പ്രാവുകൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ തികച്ചും കറക്റ്റായിട്ടുള്ള ലൈനേജ് പ്രാവുമായിരിക്കും. അതേ കളറിലും നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങി കിട്ടാറുണ്ട്. മാക്സിമം അങ്ങനെ നോക്കി സെറ്റ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഒരു സുറുമ പ്രാവിന് ഒരു പറക്കുന്ന ഒരു കുഞ്ഞെടുത്തു, അതിൻ്റെ കുട്ടി സുറുമയിൽ വന്നു. അതായത് ഒരു മെയിൽ സുറുമ പ്രാവ് മെയിലാണ്, നമ്മളൊരു വൈറ്റ് ഫീമെയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞ് നമുക്ക് ഒന്ന് സുറുമയിൽ കിട്ടി, ഒന്ന് സുറുമയും വൈറ്റും കൂടെ മിക്സായി ഒരു കളറിൽ കിട്ടി. എന്നിട്ട് അപ്പോൾ അതിനവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുക. അടുത്ത ആ കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ കുഞ്ഞുങ്ങൾ ഇനി അടുത്ത് ഇതിനെ നമ്മൾ വേറൊരു പ്രാവുമായിട്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇറക്കുമ്പോൾ തികച്ചും അത് ഒരിക്കലും ഒരു ഒറിജിനൽ സുറുമ ലൈനിലുള്ളതല്ല. ഒറിജിനൽ സുറുമ ലൈനിലുള്ള കുഞ്ഞല്ല എന്ന് പറയാൻ കാര്യം, ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഒരു വെള്ളയും ഒരു സുറുമയാണ്. അപ്പോൾ അതിൽ നിന്നും വന്ന കുഞ്ഞാണ് അടുത്ത് വന്നിട്ടുള്ള ഒരു സുറുമയും ഒരു വെള്ളയും. അപ്പോൾ അതൊരിക്കലും ഒരു ഒറിജിനൽ ലൈനേജിൽ വന്ന പ്രാവുകളല്ല. അതിൻ്റെ കുട്ടികൾ വീണ്ടും മിക്സിങ് വരുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് അതെല്ലാം മാറും. അതിൻ്റെ കളറുകൾ കംപ്ലീറ്റ് മാറും, വേറൊരു കളറിലായിരിക്കും അത് വരല്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറവയുമായിട്ട് ഇതിൽ നമുക്കിപ്പം കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രാവുകൾ ലൈനേജ് ഒത്ത് കണ്ണൊത്ത് വരുമ്പോൾ, അതാണ് ഞാൻ പറയുന്നത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം കളറുകളെ വിഷയമുള്ള കാര്യമല്ല, ബോഡി പാറ്റേണും ഐസൈനും നോക്കിയാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങനെ നോക്കി സെറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കളറുകളെല്ലാം മാറി വന്നത്. എല്ലാവരും ഐസൈൻ അറിയാമെന്നുള്ളവർ ഐസൈൻ നോക്കി സെറ്റ് ചെയ്യും. തികച്ചും ഒരു സബ്ജ പ്രാവിന് വീണ്ടും ഒരു സബ്ജ പ്രാവിന് ഒരു വൈറ്റിലായിരിക്കും ചിലപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ണ് നോക്കിയായിരിക്കും അറിയാവുന്നവർ ഇടുന്നത്. ഇപ്പോൾ സബ്ജ എന്ന് പറഞ്ഞാൽ ഒരു ചാമ്പവർഗം പ്രാവാണ്. ശുദ്ധ വെള്ള എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ചാമ്പവർഗം പ്രാവേ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ലൈനേജുകളായി. ഈ ജാക്ക് ഒരു ലൈനേജാണ്, സബ്ജ ഒരു ലൈനേജാണ്, സുറുമ ഒരു ലൈനേജാണ്, വൈറ്റ് ഒരു ലൈനേജാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഐസൈൻ നോക്കിയാണ് സെറ്റ് ചെയ്യണമെങ്കിൽ കളറിന് ഒരു പ്രശ്നമല്ല. എങ്ങനെ കുഞ്ഞിറങ്ങിയാലും അത് പറക്കും. പക്ഷേ നമുക്കിപ്പം ഇതൊരു നല്ലൊരു സബ്ജ ജോഡിയാണ്. അങ്ങനെ ഒരു കൂട്ടിൽ വയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത്തരത്തിൽ ഞാൻ ഈ പറയും പോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഐസൈനും അതിനുള്ള ബോഡി പാറ്റേണും അതുപോലെ ചിറകുകൾ, അതിൻ്റെ ഷേപ്പ് എല്ലാം എന്തൊക്കെ നമുക്ക് നോക്കാനുണ്ടോ അതെല്ലാം നോക്കി. നഖം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നഖം ജോഡി സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവിന് ചുണ്ടിൻ്റെ അതേ കളറായിരിക്കണം നഖത്തിന് വരേണ്ടത്. അത് കളർ മാറി വീണ് കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കുക, അത് ഒറിജിനലല്ല. പ്രാവ് ഒറിജിനൽ അല്ല എന്നല്ല, ആ ലൈനേജ് ഒറിജിനലായിട്ടില്ല, ആ ലൈനേജ് മിക്സിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇടാതിരിക്കുക. പ്രാവ് പറക്കും, അത് പ്രാവ് നല്ല പ്രാവാണ്. ഞാൻ പറയുന്ന ഒറിജിനലിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരിനെ അതേപോലെ നമുക്ക് വീണ്ടും സൂക്ഷിക്കാം. പണ്ടുള്ള ആൾക്കാർ സെറ്റ് ചെയ്യുന്നത്, പഴയ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആൾക്കാർ പ്രാവുകളെ സെറ്റ് ചെയ്യൽ എപ്പോഴും ഒരു ബ്രീഡറും ഒരു ഫ്ലൈയറും വെച്ചിട്ടാണ് പ്രാവുകളെ സെറ്റ് ചെയ്യണത്. അപ്പോൾ എന്തിനാണ് അവരങ്ങനെ സെറ്റ് ചെയ്യണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പല തരത്തിലുള്ള പ്രാവുകളെ മിക്സ് ചെയ്യും, പല കളറിലുള്ള പ്രാവുകളെ മിക്സ് ചെയ്യും. പഴയ ആൾക്കാർ അങ്ങനെയല്ല. പഴയ ആൾക്കാർ ആ ലൈനേജ് കീപ്പ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അൺലിമിറ്റഡിലോട്ട് പറത്താൻ വേണ്ടി പ്രാവുകളുടെ കളറോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല. നല്ല പറന്ന പ്രാവുകളെ നോക്കി അതിൻ്റെ ലൈനേജ് എങ്ങനെയാണ്, ഇത്ര പറന്നിട്ടുണ്ട്, അത് ഇത്ര പറന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ നോക്കി സെറ്റ് ചെയ്യും. പക്ഷേ പഴയ ആൾക്കാർ അങ്ങനെയല്ല. ഈ അൺലിമിറ്റഡൊക്കെ വന്നിട്ട് ചുരുങ്ങിയ കാലങ്ങളെ ആയിട്ടുള്ളൂ. പണ്ടത്തെ ആൾക്കാരൊക്കെ ഡേ പറവയാണ്. സ്റ്റാൻഡേർഡ് പറവ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 13.5 പറവ തന്നെയാണ് സ്റ്റാൻഡേർഡ് പറവ. അത് ശേഷമാണ് ഇപ്പം അൺലിമിറ്റഡൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ 13.5 മണിക്കൂർ പറവ എന്നുള്ളത് പണ്ടുള്ള ആൾക്കാർ ഒരു പ്രാവിനെ എപ്പോഴും അവർ മുന്നിലോട്ടുള്ള ഒരു സമയവും അവരെ മുന്നിലോട്ടുള്ള പിന്നെയും പ്രാവുകളുടെ ലൈഫ് കൂടെ കണ്ടുകൊണ്ടാണ് അവർ പ്രാവുകളെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സബ്ജ തന്നെ ആയിരിക്കോട്ടെ, കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ചാമ്പവർഗം, സുർമവർഗം, സബ്ജ വർഗം,
ജാക്ക് ഇങ്ങനെയുള്ള പ്രാവുകളാണ് കൂടുതലും ഉള്ളത്. അത് പഴയ ലോഫ്റ്റലിൽ പോയാൽ അറിയാൻ പറ്റും. കൂടുതൽ ആ ലൈനേജ് കീപ്പ് ചെയ്ത് വരുന്ന ആൾക്കാർ സബ്ജ, ജാക്ക്, ചാമ്പ വർഗ്ഗങ്ങളിലുള്ള സബ്ജ വൈറ്റ് ഇങ്ങനെയുള്ള പ്രാവുകളായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ സബ്ജ വർഗ്ഗം പ്രാവുകൾ അതിനെ സ്നേഹിക്കുന്നവർക്ക്, അതിനെ വെച്ചിരിക്കുന്നവർക്കും കറക്റ്റായിട്ട് അറിയാം. സബ്ജ വർഗ്ഗം പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കഴിവുള്ള ഒരു പ്രാവാണ് സബ്ജ വർഗ്ഗം പ്രാവുകൾ. മെമ്മറിയിൽ സബ്ജ വർഗ്ഗം പ്രാവിനെ തോൽപ്പിക്കാൻ ഇനിയൊരു പ്രാവില്ല. മെമ്മറി പവറായിരുന്നാലും പറവയിലായിരുന്നാലും സബ്ജ വർഗ്ഗം പ്രാവുകൾ അത് അടിസ്ഥാന പ്രാവുകളാണ്. അതേപോലെ ഒറിജിനൽ മിക്സ് ചെയ്യാത്ത എല്ലാ പ്രാവുകളിലും ഈ 4 ഞാൻ പറഞ്ഞ 4 കളറിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രാവുകളിലും ഞാൻ ഈ പറഞ്ഞ സബ്ജയെ പോലെ തന്നെയാണ് അതിനും നല്ല മെമ്മറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ വൈറ്റ് പ്രാവിന് അതിൻ്റെ ബോഡി വന്നിട്ട് സബ്ജയോട് കൂടി നമ്മൾ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും സബ്ജയുടെ സ്കിന്നോളം അല്ലെങ്കിൽ അതിൻ്റെ ബോഡി ടെമ്പറിനോളം ഒരിക്കലും ഒരു വൈറ്റ് പ്രാവ് വരില്ല. എപ്പോഴും ഒരു 100% പവർഫുള്ളായ ഒരു സബ്ജ പ്രാവിന് എപ്പോഴും ഒരു വൈറ്റ് പ്രാവ് അതേപോലെ നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 80% പവർഫുള്ള് നമുക്കതിൽ കിട്ടുള്ളൂ ഒരു വൈറ്റ് പ്രാവിന്. എന്നാൽ ജാക്കിന് കറക്റ്റായിട്ടുള്ള പവർഫുൾ ടെമ്പർ പ്രാവ് കിട്ടും, സബ്ജയെ പോലെ തന്നെ കിട്ടും. വൈറ്റിന് കിട്ടാൻ ചാൻസ് കുറവാണ്, സുറുമയ്ക്കും കിട്ടും. അപ്പം എന്നാൽ നമുക്കിതൊക്കെ മിക്സ് ചെയ്യാൻ വൈറ്റ് കറക്റ്റായിട്ട് വേണേയും ചെയ്യും. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് അങ്ങനെ കീപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ബ്രീഡറും ഒരു ഫ്ലൈയറും അവർ മിക്സ് ചെയ്യും. അപ്പോൾ അതിൽ 2 കുഞ്ഞിറങ്ങുമ്പോൾ അത് തികച്ചും ഒരു ബ്രീഡറും ഒരു ഫ്ലൈയറുമായിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്. കാരണം അവർ ആ ലെവലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രീഡർ ഒരു ഫ്ലൈയർ, അത് ഒറിജിനൽ ലൈനേജാണ്. അപ്പം ഈ ഫീമെയിലിൻ്റെ ലൈനേജ് അത് വിട്ടുകൊടുക്കില്ല, മെയിലിൻ്റെ ലൈനേജും അത് വിട്ടുകൊടുക്കില്ല. അപ്പോൾ രണ്ടിൻ്റെയും കറക്റ്റായിട്ടുള്ള മിക്സിങ് ആവില്ല. ഉടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് ഒരുപാട് മിക്സ് കഴിഞ്ഞാലേ നമുക്കത് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് മിക്സിങ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞിറങ്ങി ആ കുഞ്ഞിനെ വേറെ ഒരു പ്രാവുമായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അപ്പോഴും മാറില്ല, ചിലപ്പോൾ അതിന് വേറെ ഒരു പ്രാവുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒരു 4-5 മിക്സിങ് കഴിയുമ്പോഴത്തേക്ക് മാറി വരും. അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ പെട്ടെന്ന് നല്ല ഒറിജിനൽ ഒരു ലൈനേജ് പ്രാവിനെ കൊണ്ട് വേറെ പ്രാവിട്ട ഒരിക്കലും ഉടയില്ല. ഫീമെയിൽ ഒറിജിനലാണ്, പക്ക ബ്ലഡ് ലൈൻ പ്രാവാണ്, മെയിലും പക്ക ബ്ലഡ് ലൈൻ പ്രാവാണെങ്കിൽ ഇത് രണ്ടും ഒരു വൈറ്റും ഒരു സബ്ജിയാണെങ്കിൽ അതിൻ്റെ കുട്ടികൾ കറക്റ്റ് ഒരു വൈറ്റും ഒരു സബ്ജിയിലും ഒരു വൈറ്റിലേ വരുള്ളൂ. കാര്യം ഇത് രണ്ടും മിക്സ് ആവില്ല പെട്ടെന്ന്. അത് നിങ്ങൾ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അത് പിന്നെ നിങ്ങൾക്ക് ഇനി മിക്സിങ്ങിൽ വ്യത്യാസം വരുമ്പം ഇത് രണ്ടും വേറെ വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് ഒറിജിനൽ സബ്ജയോ ഒറിജിനൽ വൈറ്റോ അല്ല. പണ്ടുള്ളവർ ആ ലൈനേജിനെ കീപ്പ് ചെയ്ത് പോകാനായിട്ടാണ് ഈ ഒരു സംവിധാനം അവർ തുടർന്ന് വന്നത്. ഒരു ബ്രീഡർ ഒരു ഫ്ലൈയർ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഫ്ലൈയർ അതിനെ പറക്കാനും ബ്രീഡർ അതിൻ്റെ കുഞ്ഞെടുക്കാനും അറിവിനും അവർ മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അറിവിനെ പ്രാവ് കറക്റ്റായിട്ട് ചുറ്റി ഇറങ്ങാനും പിന്നെ ലോഫ്റ്റിൽ കറക്റ്റായിട്ട് ചവിട്ടാനും ഒക്കെ ഉള്ള ഇതിനായിട്ടാണ് ഈ ബ്രീഡറിനെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഫ്ലൈയർ നല്ല രീതിക്ക് പറക്കാനും. അപ്പോൾ രണ്ടും കൂടെ മാച്ചാകുമ്പോൾ നല്ലൊരു പറവയും കാഴ്ചവെക്കാൻ പറ്റും, പ്രാവ് മാറി ചവിട്ടില്ല, കറക്റ്റ് ലോഫ്റ്റിൽ ഇറങ്ങാനും ചിട്ടായിട്ടുള്ളൊരു പറവ കിട്ടുകയും ചെയ്യും. അതിനായിട്ട് പഴയ ആശാന്മാർ അങ്ങനെയുള്ള രീതിക്കാണ് പ്രാവുകളെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവർ തീർച്ചയായിട്ടും കണ്ണ് നോക്കാൻ അറിയാമെന്നുള്ളവർ കണ്ണ് നോക്കുകയും അതിൻ്റെ ബോഡി പാറ്റേൺ കാര്യങ്ങളൊക്കെ നോക്കുകയും ആ ലൈനേജൊക്കെ നല്ല രീതിക്കുള്ളതാണെന്ന് നോക്കിയാണ് പ്രാവ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടും. അതിൽ നിന്നും വരുന്ന പ്രാവുകളായിരിക്കുന്നത് നമ്മുടെയൊക്കെ ലോഫ്റ്റിലൊക്കെ ഉള്ള പ്രാവുകൾ. ഒറിജിനലായിട്ടുള്ള പ്രാവുകൾ, പഴയ ലൈനേജ് പ്രാവുകളൊക്കെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കിട്ടുന്നവർക്ക് അത് മാക്സിമം സൂക്ഷിക്കുക. എപ്പോഴായാലും അതിൻ്റെ അതേ വഴിക്കുള്ള പ്രാവുകളെ തന്നെ നമുക്ക് ലോഫ്റ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ പ്രാവുകൾക്ക് കിട്ടുന്ന ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രാവ് തിരക്കി നമ്മൾ ആ ഒരു പ്രാവിനെ കണ്ടെത്തി അതിൻ്റെ പേരിനെ ഒരു ഫീമെയിലിനൊക്കെ ഒരു നല്ലൊരു മെയിലിനൊക്കെ ഒപ്പിച്ചിടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറിജിനലായിട്ടുള്ളത് കിട്ടാൻ ഇത്തിരി പാടാണ്. അല്ലാതെ മിക്സിങ്ങിലുള്ളതൊക്കെ നമുക്ക് എടുത്തിടാം. അപ്പോഴാണ് ഈ കളർ ചേഞ്ചും വേറെ ഒരു കളറിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അറിയേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. പറഞ്ഞ ഈ ലെങ്തി വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം സമയം എടുത്താണ് ഞാനിത് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിലോട്ട് സംസാരിച്ച് വലിച്ച് നീട്ടിക്കൊണ്ട് പോയാൽ ഒരുപാട് നേരം പറയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞാനിടുന്ന വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ
കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.